അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅലിം ലഹു അജ്റാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താലും കാരണത്താലും അള്ളാഹുവിടെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കയുടെ പ്രാർത്ഥനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ധന്യമായ ഒരു സമയത്തിനും സന്ദർഭത്തിലുമാണ്. ഇത്തരമൊരു സദസ്സിൽ ഒത്തുചേരാൻ സാധിക്കാൻ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സദസ്സിൽ തടിച്ചുകൂടി എൻ്റെ പ്രിയപ്പെട്ടോട് പറയട്ടെ, അള്ള ഏറ്റവും അനുഗ്രഹിച്ചവരാണ് നമ്മൾ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഈ സദസ്സിലിരിക്കുന്നത്. അല്ലാത്തവർക്ക് ഈ സദസ്സിക്ക് വരാൻ പറ്റൂല. അല്ലാത്തവരെ കാണുന്ന സദസ്സുകൾ വേറെയാണ്. അൽഹംദുലില്ലാഹ്, ആ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ജീവിത വിശുദ്ധിയോടെ മരണം വരെ സഞ്ചരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇരുത്തവും ഈ വരവും ഈ സംസാരവും ഈ സമയം ചെലവഴിക്കലൊക്കെയും നമ്മുടെ ഹിസാബി സീറാകാൻ വഴിയൊരുങ്ങുന്ന നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായ, ഞാനും നിങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയത്തെപ്പറ്റിയാണ് അല്പം ചില ആലോചനകൾ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് നടക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല മനസ്സോടെ, നല്ല അന്തരീക്ഷമാണ്, നോമ്പാണ്, ചെറിയ ആലസ്യമൊക്കെ നമുക്ക് വരും. മറ്റേ ചങ്ങാതി നമ്മെ ചെറിയ ചെറിയ മയക്കത്തിലേക്കൊക്കെ എത്തിക്കും. നല്ല കുഷ്യൻ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ ഉറക്കമൊക്കെ വരും. ഞാനവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉറങ്ങും. അതുകൊണ്ട് തന്നെ നല്ല ഉണർവോടുകൂടി സംസാരങ്ങൾ ആത്യന്തം കേൾക്കാൻ പ്രിയപ്പെട്ടവരെ മനസ്സ് കാണിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം സദസ്സിൽ വരാൻ പറ്റുക അള്ളാഹിൻ്റെ അനുഗ്രഹമാണെന്ന്. അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, മൻ യുരിദില്ലാഹ അൻ യഹ്ദിയഹു. ഈ ആയത്ത് എപ്പോഴും നിങ്ങളെ മനസ്സിലിങ്ങനെ ഉണ്ടാണ്. ഈ സദസ്സിക്ക് ഇങ്ങനെ വരുമ്പോൾ മൻ യഹ്ദില്ലാഹ അൻ യഹ്ദിയഹു യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം. മൻ യുരിദില്ലാഹ, വല്ലവരുടെ കാര്യത്തിലും അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ നന്മയിൽ വരുമെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ, വിശ്വാസികളെ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ നമ്മെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരോ ചലനങ്ങളും കറക്റ്റ് നിരീക്ഷിക്കുന്ന റബ്ബ് ഈ അടിമ നന്നാകുമെന്ന് ബോധ്യപ്പെട്ടാൽ, യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവന് തുറവിയുള്ള മനസ്സ് നൽകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ഇത്തരം സദസ്സിൽ വരും, ജമാഅത്തിന് പള്ളിയിൽ കാണും, സുഹൃത്തെ ജുമഅക്ക് നേരത്തെ പള്ളിയിൽ ചൊല്ലും, നന്മയുടെ സകല കാര്യത്തിലും ഒന്നാമന്മാരായ എത്തരം ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ അല്ലാഹ് അനുഗ്രഹിച്ചവരാണ് നമ്മൾ. ദീനിന്റെ മജ്ലിസിൽ വരുന്നവർ പ്രത്യേകിച്ചും. അതാ ഖുർആൻ പറയുന്നത്, മൻ യുരിദില്ലാഹ അൻ യഹ്ദിയഹു. ഒരു മനുഷ്യൻ അല്ലാഹ് ഹിദായത്ത് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ചാൽ, വിശ്വാസികളെ പ്രാർത്ഥിച്ചോ, ഈ മനസ്സ് റബ്ബ് നമുക്ക് മരണം വരും വരേക്കും നിലനിർത്തി തരുമാറാകട്ടെ. ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹ് പറയാ, ഒരു അടിമ നന്നാകുമെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ ദീനിലേക്ക് അവന് തുറവിയുള്ള മനസ്സ് നൽകും. എന്നാലോ ഒരു മനുഷ്യൻ നന്നാകില്ലെന്ന് അള്ളാഹു കൃത്യമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നന്നാവൂലെന്ന് തോന്നിയാലോ? ആയത്തിൻ്റെ ബാക്കി, വമൻ യുരിദില്ലാഹ അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യികൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ്സമാ. നമ്മളെങ്ങനെ കറക്റ്റ് നിരീക്ഷിക്കുന്ന റബ്ബ് അവൻ നന്നാകില്ലെന്ന് അല്ലാഹുക്ക് തോന്നിയാൽ,
ഓൻ്റെ മനസ്സ് ദീനിൻ്റെ വഴി കൊട്ടിയടക്കപ്പെടുമെന്നാണ്. അവരെങ്ങനത്തെ സദസ്സിലൊന്നും കാണൂല. ഓലെ വേറെയുള്ള സദസ്സിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഓലെ സാന്നിധ്യം ഉണ്ടാവും. കുടുംബസമേതം അങ്ങോട്ടത്തെ അല്ലേ, സർക്കസ് ഉണ്ട് അവിടേക്ക് പോകും, ഗാനമേളുണ്ട് അവിടെ പോകും. വേറെയുള്ള എവിടെയൊക്കെ ആളുകൾ സംഘാടകരുടെ സകല കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടുള്ള ജനക്കൂട്ടുള്ള പല സദസ്സിലും അങ്ങനത്തെ ആളുകളെ കാണാൻ പറ്റും. മറിച്ച് ദീനുള്ളവരാണ് ഇത്തരം മജ്ലിസിൽ വരിക. അള്ളാഹു ഈ ഒരു മനസ്സ് മരണം വരെ നിലനിന്ന് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അള്ളാഹ് അനുഗ്രഹിച്ചവരാണ് നമ്മൾ, അള്ളാഹിൻ്റെ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, വളരെ ഗഹനമായ ഒരു വിഷയം ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാനുള്ളത്. പുണ്യ റമദാനിൽ എന്തിനാ ജീവിക്കണത്? ജീവിത വിശുദ്ധി കിട്ടാനാണ്. നമ്മുടെ വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2-ാം തീയതി മുതൽ ജീവിത വിശുദ്ധിയുടെ പാതയിലാണ് നമ്മൾ. എല്ലാവരും ആലോചിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടോ നമ്മൾ? സഹോദരാ, തഖ്വയുള്ള മനസ്സ് കിട്ടിയോ എനിക്കും നിങ്ങൾക്കും? പുണ്യ റമദാനിൽ എന്തൊക്കെ ഓഫറുകൾ പ്രവാചകൻ തിരുമേനി നടത്തിയിട്ടുണ്ടോ, ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ ഓഫർ ലഭിക്കണം. വാശിയാകണം ആ വിഷയത്തിൽ. ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാനിലൂടെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അത് കയ്യിലൊതുക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു കിട്ടണം. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റമദാൻ. മൻ അദ്റക ശഹ്റ റമദാൻ. റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഒരാൾക്ക് പുറത്തു കിട്ടിയില്ലെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു ദഖലന്നാർ, അവൻ നരകത്തിൽ പോകുമെന്നാണ്. പേടിയോടെയല്ലാതെ മുത്തറസൂലിൻ്റെ ഈ വാക്ക് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. പുണ്യ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് ഈ വർഷത്തിൽ 15ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പാപങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ ജീവിതത്തില്ലേ. എല്ലാം പുറത്തു തരാം എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ട് ഹൃദയ സാന്നിധ്യത്തോടെ മനമൊരുകി കരളൊരുകി റബ്ബിനോട് ദുആ ചെയ്തോ? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു കിട്ടും? നോമ്പിൻ്റെ മഹത്വത്തെപ്പറ്റി എത്രയോ ഹദീസുകൾ നമ്മുടെ മനസ്സിലുണ്ട്, കേട്ടിട്ടുണ്ട്. മൻസാമ റമളാനൻ ഈമാനം വഹ്തിസാബാ, ഈമാനോടുകൂടി വഹ്തിസാബോടുകൂടി ആര് നോമ്പ് നോറ്റോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. ഈ ഓഫർ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. ജീവിതത്തിൽ വന്ന സകല തെറ്റുകുറ്റങ്ങളും കഴുകി വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. റമളാൻ യാത്രയാകുമ്പോൾ വിശ്വാസികളെ, പാപങ്ങളും ഞാനും നിങ്ങളും ബാക്കിയാകുന്നൊരവസ്ഥയുണ്ടോ? നമ്മൾ ജീവിത വിശുദ്ധിയിലേക്ക് എത്താത്ത നോമ്പുകാരാണ്. മിമ്പറിൽ പ്രവാചകൻ തിരുമേനി ഒരു ദിവസം കയറിയപ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബി എന്തേ ഒരു ആമീൻ പറച്ചിൽ? റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ എന്ന മലക്ക് വന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ആമീൻ പറഞ്ഞു. വിശ്വാസികളെ, ഒരു മാസം നോമ്പ് നോറ്റ് ഒരു മാറ്റവും ജീവിതത്തിലില്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ ആ 2 പ്രാർത്ഥനയുടെ സ്വീകാര്യതയിൽ സുഹൃത്തേ സംശയമുണ്ടോ? ആലോചിച്ചോളൂ എല്ലാവരും. പുണ്യ റമളാൻ നമ്മോട് യാത്രയാകും. പ്രിയപ്പെട്ടവരെ, പാപികളായി നമ്മൾ അവശേഷിക്കാൻ പാടില്ല. സകലമാന തെറ്റുകുറ്റങ്ങളും സ്ഫുടം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സ്വർഗം കിട്ടണമെന്നാഗ്രഹിച്ച സഹാബത്തൊക്കെയും ആകെ ഭയപ്പെട്ടിരുന്നത് അവരുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിലാണ്. ഇന്ന തെറ്റുകൾ വന്നല്ലോ, ഇന്ന പാപങ്ങൾ വന്നല്ലോ എന്നതായിരുന്നു അവിടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നത്. ഈമാ മനസ്സ് തട്ടിയപ്പോൾ, പടച്ചോനെ പേടി ഹൃദയത്തിൽ പതിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏറെ ഏറ്റുവാങ്ങിയവർ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. കൂർത്തമൂർത്ത കല്ലുകളെ കൊണ്ട് ഏറെ ഏറ്റുവാങ്ങിയവർ. വിശ്വാസികളെ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഏറെ ഏറ്റുവാങ്ങാൻ നമുക്ക് ഇന്നത്തെ സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല. അത്തരം തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ, പാളിച്ചുകൾ വന്നവരില്ലേ ഒട്ടുമിക്ക ആളുകളും. അത്തരം അവസ്ഥയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഈ റമദാൻ മാസം വന്നിട്ട് ഒന്നല്ലാ പുറത്തു കൊണ്ടെന്ന് പറയാൻ ഇഖ്ലാസോടുകൂടി, റബ്ബേ ഇന്ന തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നീ പുറത്തു തരണേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ എനിക്ക് പുറത്തു മാപ്പാക്കി തന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ നട്ടക്കാൽ പെടുക തന്നെ ചെയ്യും. വിശ്വാസികളെ, വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. ഇസ്തിഗ്ഫാർ നമുക്ക് കിട്ടണം, വാശിയാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ എന്ന് പറയാം, നബി എനിക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥന ഇസ്തിഗ്ഫാറിന്റെ പഠിപ്പിച്ചേരി. ആരാ സുഹൃത്തുക്കളെ അബൂബക്കർ? ആരാ അബൂബക്കർ റളിയല്ലാഹു അൻഹു? അബൂബക്കറും ഫിൽ ജന്ന. എന്തുകൊണ്ട് റസൂലുള്ളാഹി അബൂബക്കർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു? പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണ്. ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധയാണ്. സ്വർഗം കിട്ടുക എന്നത് വാശിയായിരുന്നു. പ്രിയപ്പെട്ടവരെ,
ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നില്ല അവർ. ഇഖ്ലാസോടുകൂടി റഹ്മാനായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ. ഒരു സദസ്സ് ഇങ്ങനെ കൂടിയപ്പോൾ റസൂലുള്ളാഹിന്റെ ദീനിന്റെ ഒരു മജ്ലിസ്, പ്രവാചകൻ തിരുമേനി ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് നോറ്റവരാരുണ്ട്? റസൂലുള്ള ചോദിക്കുക, ഇന്ന് നോമ്പ് നോറ്റവരാരുണ്ട്? പുണ്യ റമളാനിലല്ലാതെ നോമ്പിന്റെ മാസത്തിലല്ല. ഒരു സഹാബി എണീക്കുന്നു, നബിയേ അനാ. പ്രിയപ്പെട്ടവരെ, വേറെയും ഉണ്ടായിരുന്നു. വീണ്ടും പ്രവാചകൻ തിരുമേനി ചോദിച്ചു, മൻ ആദാ മിൻകുമുൽ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ചവരാരാ? റസൂലുള്ളാഹി കാണുന്നു, ഒരു സഹോദരൻ എണീക്കുന്നു, അനാ. വീണ്ടും നബി ചോദിക്കുന്നു, മൻ ആദാ മിൻകുമുൽ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ചവൻ, ഒരു പാവത്തിന് അതുപോലെ തന്നെ ഒരു സാധുവിന് ഫുഡ് കൊടുത്തവനാരാ? അപ്പോഴും ഒരാൾ പറയുന്നു, ഞാൻ. വീണ്ടും ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, മൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ജനാസയെ അനുഗമിച്ചവരാരാ? ഇതിനൊക്കെ എല്ലാവരും ഉണ്ട്. എന്നാ ഫുള്ള് മാർക്ക് കിട്ടിയൊരു മനുഷ്യൻ. പിന്നെ നബി ചോദിച്ചില്ല. റസൂലുള്ളാഹി അടിവരയിട്ട് പറഞ്ഞു, മജ്തമഅ ഫീ ഇംരിഇൻ, ഈ പറഞ്ഞതൊക്കെ ഞാനാണെന്ന് പറഞ്ഞ വ്യക്തി ആരോ ആ മനുഷ്യൻ സ്വർഗപ്രവേശത്തിന് അർഹനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? അള്ളാഹിനോട് മനമൊരുക്കി നമ്മൾ ദുആ ചെയ്തോ? ഈ അബൂബക്കർ റസൂലുള്ളാഹിയോട് ചോദിക്കാൻ, നബിയേ എനിക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ പ്രാർത്ഥന അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. നല്ലവണ്ണം ദുആ ചെയ്യണം. പറഞ്ഞു വന്നത് എന്താ? ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ പെടണം. എന്തൊക്കെ ഓഫറുകൾ ഈ നോമ്പ് കൊണ്ട് നൽകാമെന്ന് പറഞ്ഞോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിൻ്റെ മാസം റമളാൻ മാസം. എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും പ്രാർത്ഥന നിർഭരമാകണം നമ്മുടെ ആപ്പകൽ. എന്തൊക്കെ പ്രശ്നമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന മാസമാണ്, ദാനധർമ്മത്തിൻ്റെ മാസമാണ്. ഒക്കെ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞെന്താണെന്നോ, നോമ്പ് നോറ്റ് നാളെ പരലോകത്ത് പരാജിതരിലേക്ക് മാറ്റപ്പെടുന്നവർ നമ്മൾ പെടാൻ പാടില്ല. കമ്മിൻ സ്വായിമിൻ, റസൂലുള്ളാഹി പറയുന്നു, എത്ര നോമ്പുകാരാ. ഈ ഹദീസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബിനോട് ദുആ ചെയ്തോ, അതിൽ എന്നെ നീ പെടുത്തല്ല. റസൂലുള്ളാഹി പറയാ, എത്ര നോമ്പുകാരാണ് അവിടെ നോമ്പ് കൊണ്ടവർക്ക് ദാഹം മാത്രമേ ലഭിക്കൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര രാത്രി നിസ്കരിക്കുന്നവരാണ് അവർക്കവിടെ രാത്രി നമസ്കാരം കൊണ്ട് സുഹൃത്തെ വെറും ഉറക്കമൊഴിക്കലും ക്ഷീണം മാത്രം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ നോമ്പ് നോറ്റ് തഖ്വയിലേക്ക് റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നമ്മൾ. ആ നിർഭാഗ്യവാന്മാരിൽ പെട്ടുകൂടാ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നോമ്പ് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. നമ്മുടെ ഇബാദത്തുകളിൽ മാറ്റം വരണം. നന്മകൾ കൂടുതൽ ചെയ്യാനുള്ളൊരു മാനസികമായ ധൈര്യം ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കണം. ഞാൻ പറഞ്ഞ തഖ്വയുള്ള മനസ്സ് കിട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നോമ്പിൻ്റെ ഖുത്ബ ഫസ്റ്റ് കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ലഅല്ലക്കും തത്തഖൂൻ. ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പതിൻ്റെ ഏറ്റവും പ്രധാനമാണ് തഖ്വയുള്ള മനസ്സ്. ജീവിതം വിശുദ്ധമാകാൻ ഇതിലേറെ വലിയൊരു ഏർപ്പാടില്ല. ഒരു മാസം ഓടിയ സകല ചെളി, ഒരു മാസം കൊണ്ട് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല ചെളിയും കഴുകി വൃത്തിയാക്കി സ്ഫുടം ചെയ്ത് സലീമായൊരു മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ റഹ്മാനായ റബ്ബ് നൽകുന്നൊരു ഓഫറാണിത്. ഇബ്രാഹിം നബി ദുആ ചെയ്തില്ലേ, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിൽ നീ എന്നെ മാനം കെടുത്തല്ല. വിശ്വാസികളെ, പരലോകം ഭീകരമാണ്, ഹിസാബ് വളരെ വിഷമകരമാണ്. സൃഷ്ടിച്ച റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ടവനാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും. ആ ദിവസത്തിൻ്റെ ഭീകരതയും ഭയാനകതയും മനസ്സിലാക്കിയൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണല്ലോ, പരലോകത്ത് നീ എന്നെ മാനം കെടുത്തല്ലേ. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളോ സ്വത്തുക്കളോ ഉപകരിക്കാത്ത ലോകം. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? മക്കൾ ഉപകരിക്കുന്നൊരു മനുഷ്യനല്ലേ, സ്വാലിഹീങ്ങളല്ലേ. ആ മനുഷ്യൻ്റെ മക്കൾ ഇസ്മായിൽ നബി അല്ലേ ഒരു മോൻ.
ഇസ്ഹാക്ക് നബിയല്ലേ ഒരു മോൻ. എന്നിട്ടും പരലോകത്തിൻ്റെ ഗൗരവവും ഭയാനകതയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ മുമ്പത്തെ പ്രാർത്ഥന എന്താണെന്നോ? റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ് എനിക്ക് അറിവിനെ തരണേ, എന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ, എൻ്റെ കാലശേഷം എന്നെ നല്ല നിലക്ക് ഓർക്കുന്നൊരവസ്ഥ നീ നൽകണേ. വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. വല്ലാത്ത ഹൃദയത്തിൽ തട്ടേണ്ട പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, അത് തുന്നിച്ചേർക്കണം. സ്വർഗത്തിൻ്റെ അഖിലുകാരനാക്കണേ. ജീവിതം റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ച വ്യക്തിത്വം. വീട് വിട്ടിറങ്ങുന്നു ചുറുചുറുക്കുള്ള സമയത്ത് നാട്ടുകാരോടും ഭരണകൂടത്തോടും പടപൊരുതുന്നു. പ്രിയപ്പെട്ടവരെ, ആദർശത്തിനു വേണ്ടി എത്ര പ്രതിസന്ധികളിലൂടെയാണ് ഇബ്രാഹിം മുന്നോട്ട് പോയത്. ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച റബ്ബ് ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിമിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ദറജയിലേക്ക് ഉയർന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, പരലോകത്തെ പറ്റി ഓർത്തുകൊണ്ട് വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇരിക്കണം ഞാനും നിങ്ങളും എത്രമാത്രം പ്രവർത്തിക്കണം, എത്രമാത്രം ദുആ ഇരക്കണമെന്ന് ആലോചിച്ചോ. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ മാനം കെടുത്തല്ലേ അല്ലാ. പ്രിയപ്പെട്ടവരെ, പരലോകം മാനം കെടുത്തുന്ന ലോകമാണ്. സകലരുടെയും എല്ലാവിധ കാപ്പട്യത്തിൻ്റെ മുഖമൂടിയും പിച്ച് ചീന്തുന്ന ലോകമാണ്. നമ്മുടെ ജീവിതം കൃത്യമായി അവിടെ വിലയിരുത്തപ്പെടും. സകല രഹസ്യങ്ങളും ചികയുന്ന ലോകമാണ് പരലോകം. അതുകൊണ്ടാണ് അല്ലാഹ് അവിടെ നീ മാനം കെടുത്തല്ലേ. മക്കളോ സ്വത്തുക്കളോ ഉപകരിക്കാത്തൊരു ലോകം. ഈ സംസാരം കേൾക്കുന്നവരെ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം, നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം, നമ്മുടെ സ്വത്ത് നമുക്ക് ഉപകരിക്കണം. എങ്ങനെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കും? വാപ്പ നമസ്കരിക്കുമ്പോൾ മക്കളും നമസ്കരിക്കണം. വാപ്പ ദീനിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ മക്കളും ദീനിൻ്റെ വഴിയിലാകണം. വാപ്പ നമസ്കരിക്കുമ്പോൾ ഉമ്മയും നമസ്കരിക്കണം. വീട്ടിൽ 10 മെമ്പർമാരുണ്ടോ, എല്ലാവരും ദീനിലാകണം. എങ്കിൽ സുഹൃത്തേ, നാളെ പരലോകത്ത് ഈ മക്കൾ ഉപകരിക്കുന്ന മാതാപിതാക്കളായി മാറും. നാളെ ദറജ കൂടാൻ കാരണതാണ്. അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഇരിക്കണം നമ്മൾ കുടുംബസമേതമാണ് ഈ ദീനിൻ്റെ മജ്‌ലിസിലിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മക്കളെ കൂട്ടിക്കൊണ്ടുവന്നു, മരുമക്കളെ കൂട്ടിക്കൊണ്ടുവന്നു, പ്രിയപ്പെട്ടവളെ കൂട്ടിക്കൊണ്ടുവന്നു, മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്തേ? സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കാനാണ്. അത് ആഗ്രഹിക്കാത്തവർ ഇങ്ങനത്തെ സദസ്സിൽ വരില്ല. കുടുംബങ്ങളിൽ സിട്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരില്ലേ സുഹൃത്തേ, അവർക്ക് സ്വർഗമില്ല. അവർക്ക് സ്വർഗത്തിൽ ശാശ്വത ലോകത്ത് ചാരിയിരിക്കാൻ സാധ്യമല്ല. മറിച്ച് സാധിക്കുന്നവരാരാ? ദീനിയായ നിലയിൽ വാപ്പ സഞ്ചരിക്കുമ്പോൾ മകൻ്റെ കാര്യത്തിൽ 1000 കണ്ണ് വെച്ച് പുലർത്തുന്ന വാപ്പാക്കും ഉമ്മാക്കും മാത്രമേ ആ മക്കളെ കൂടെ കിട്ടുകയുള്ളൂ. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം പ്രാർത്ഥിച്ചു, മക്കൾ ഉപകരിക്കാത്ത, സ്വത്ത് ഉപകരിക്കാത്ത അന്ന് റബ്ബേ നീ എന്നെ മാനം കെടുത്തല്ലേ. ഇല്ലാമന്നത്തുല്ലാഹ ബിഖൽബിൻ സലീം, കറപുരളാത്ത മനസ്സുമായി. അതിങ്ങനെ ആ ആയത്തിങ്ങനെ ഓതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ചു നോക്കണേ. ഒരു സലീമായ മനസ്സ് നമുക്ക് കിട്ടണം. റൂഹ് പിടിക്കാൻ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് വരുമ്പോൾ സുഹൃത്തേ നമുക്ക് നൽകാൻ സാധിക്കണം. കറപുരളാത്തൊരു മനസ്സ്, തഖ്വയുള്ളൊരു മനസ്സ്. കൊല്യത്തവഫാക്കും മലക്കുൽ മൗത്തില്ലദീ മുക്കിലബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ എന്നാണ് ആ റൂഹ് പിടിക്കാൻ കടന്നുവരില്ലെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സദസ്സിൽ ഈ ആഴ്ച ഉണ്ടാകേണ്ട, കഴിഞ്ഞ ആഴ്ച ഉണ്ടാകേണ്ട ഏതൊരു സദസ്സിൻ്റെ മുന്നിലും ഫസ്റ്റിൽ കാണുന്ന ബഹുമാനായ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലി ഹാജി, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എത്ര മരണങ്ങൾ ഈ വർഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവിലും പരിചയത്തിലും ഉണ്ടായി. റമദാൻ വന്നിട്ട് കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുള്ളവർ ഈ കൂട്ടത്തിലില്ല. സുഹൃത്തെ, കാത്തിരിക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ഇന്ന് ളുഹ്ർ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകണം, അസ്ർ നിസ്കരിച്ചുകൊണ്ട് എൻ്റെ റബ്ബിനോട് എൻ്റെ വേദനകൾ പറയാൻ, എൻ്റെ വിഷമങ്ങൾ പറയാൻ എനിക്ക് ചാൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പറയാനുള്ളതൊക്കെയാണ് പറയണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കുക, അഥവാ അലാറം 4:30 വെച്ചിട്ടുണ്ടെങ്കിൽ 4:15 വെച്ചിട്ടുണ്ട്, അലാറം ഇങ്ങനെ അടിക്കായിരിക്കും, ചിലപ്പോൾ റൂഹ് പിരിഞ്ഞിരിക്കും. എന്തേ? ഉറക്കം മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. എന്ത് ഗ്യാരണ്ടി ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്? റൂഹ് പിരിയുന്ന രംഗത്തെ പറ്റി ഖുർആൻ പറയാം. ഉറങ്ങുന്ന സമയത്ത് റൂഹ് പിരിയുന്ന ഉണരുന്നുണ്ടോ? അതുകൊണ്ട് 1 മിനിറ്റും കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ റെഡിയായിരിക്കണം ഒരു വിശ്വാസി. സലീമായ മനസ്സ് വേണം. എന്തൊക്കെ ദുനിയാവിലുണ്ടോ അതൊന്നും നമ്മുടെ കൂടെയില്ല, അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും.
അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ നോമ്പിലൂടെ നമുക്ക് ജീവിത വിശുദ്ധിയിലേക്ക് എത്താൻ സാധിക്കണം. നിസ്കാരത്തിലൂടെ സാധിക്കണം, സക്കാത്തിലൂടെ സാധിക്കണം. നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും ജീവിത വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ ചെയ്യും. നമ്മളെല്ലാ തിന്മകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. ഈ ഇരിക്കണം നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, കൗം അങ്ങനെയാണ്. 5 നേരം നിസ്കരിക്കണമെന്ന് എങ്ങനെ പ്രിയപ്പെട്ടവരെ തെറ്റ് ജീവിതത്തിൽ വരാൻ പറ്റുക? ഈ ഇരിക്കണം നിങ്ങളയച്ചു ഓൻ തക്കവുള്ളവനാകും. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റു വരുന്നുവെങ്കിൽ ഓൻ്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണില്ല. പരലോകത്ത് തുലാസിലിട്ട് നോക്കിയിട്ട് സ്വീകരിക്കുമോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട. നിസ്കാരമുണ്ട്, വേണ്ടാത്തവരുണ്ട്. എങ്കിൽ ആ നിസ്കാരം ഒരു ചാൺ മീതെ മേൽപോട്ട് ഉയരുന്നില്ലെന്നോ അടിവരയിട്ട് മനസ്സിലായിക്കോ. ഞാൻ എൻ്റെ വാക്കല്ല പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ വാക്കാണ്. ഖുർആനിലെ ആയത്തില്ലേ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, നിശ്ചയം നിസ്കാരം മനുഷ്യനെ നീച നികൃഷ്ട വൃത്തിയിൽ നിന്ന് തടയും. 5 നേരം നിസ്കരിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ നന്മയുടെ വക്താവായി മാറും. 5 നേരം തൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഒരു പുഴയിൽ കുളിക്കുന്നവന്റെ ശരീരത്തിൽ റസൂലുള്ള ചോദിച്ചു, ഹൽ യബ്ഖാ മിൻ ദർനിഹി ശൈ, വല്ല ചെളിയും അവൻ്റെ ശരീരത്തിൽ ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞു, നബി ചോദിക്കാണ്, വല്ല ചെളിയും ബാക്കിയോ? ലാ യാ റസൂലല്ലാഹ്, കദാലിക മസലു സലവാത്തുൽ ഖംസ്, അതുപോലെയാണ് 5 നേരത്തെ നമസ്കാരം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 5 നേരം കൃത്യമായി ഉൾവിളിയോടുകൂടി ഞാൻ നിങ്ങളും നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകും. ഇന്ന് എന്താ വിഷയം? നിസ്കാരമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, യാന്ത്രികമായി എല്ലാവരും നിസ്കരിക്കുന്നു. പക്ഷേ നിസ്കരിക്കുന്നു സുഹൃത്തെ, കളവ് നടത്തുന്നു, നമസ്കരിക്കുന്നു, വഞ്ചിക്കുന്നു, ജമാഅത്തിന് പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു സുഹൃത്തെ, തൻ്റെ കച്ചവടക്കാരനാണെങ്കിൽ തൻ്റെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നു. ആ നിസ്കാരം സ്വീകാര്യമല്ല. നിസ്കരിക്കുന്നുണ്ട്, അവൻ അധ്യാപകനാണ്, തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഓൻ്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. സുഹൃത്തെ, നിസ്കരിക്കുന്നു, കളവ് പറയുന്നു, വേണ്ടാത്തരം ചെയ്യുന്നു, വേണ്ടാത്തരം കാണുന്നു, സകല വേണ്ടാത്ത വൃത്തിയും ഓൻ്റെ ജീവിതത്തിൻ്റെ നിസ്കാരമുണ്ട്, ഒരു കാര്യമില്ല. റസൂലുള്ള പറയാം, മല്ലം തൻഹു സലാത്തുഹു. ഈ ഹദീസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോ. 5 നേരം കൃത്യമായി ഉൾവിളിയോടുകൂടി നമസ്കരിക്കുന്നവരാണ് നമ്മൾ എപ്പോഴും ഭയപ്പാടോടെ കേൾക്കേണ്ട പ്രവാചകന്റെ ഒരു വാക്കാണിത്. മല്ലം തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. ഒരു മനുഷ്യന്റെ നമസ്കാരം അവന്റെ വേണ്ടാ വൃത്തിയിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ, ഒരു മനുഷ്യന്റെ നമസ്കാരം അവനെ വേണ്ടാ വൃത്തിയിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ, ഫലാ സ്വലാത്ത ലഹു, ഓൻ്റെ നിസ്കാരമില്ല. ഓൻ്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. നിസ്കാരം അവൻ്റെ ജീവിതത്തെ നന്നാക്കണം, തിന്മകളിൽ നിന്ന് അകറ്റണം, നന്മയുടെ ആളാക്കി മാറ്റണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് നിസ്കാരം ഒഴിവില്ല, എല്ലാവരും നിസ്കരിക്കണം. നോമ്പ് വരുന്ന സമയത്ത് നിസ്കാരത്തിന് ഉഷാറായി വരുന്ന കുറേ ആളുകളുണ്ട്. പിന്നൊക്കെ അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്നു, ഓലും നിസ്കാരക്കാരിൽ പെടൂല. നിസ്കാരക്കാരിൽ പെടുന്നവരാരാ? പെടുന്നവർ 5 നേരം ഒരു വിട്ടുവീഴ്ചയിലാണ് നിസ്കരിക്കുന്നവരാ. രോഗിയാണോ? നിൽക്കാൻ പറ്റൂല, ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും. ബോധമുണ്ടോ? രോഗശയ്യയിൽ കിടക്കുകയാണെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകൾ ഇശാറത്ത് കൊടുക്കണം, സമയമായി, പറ്റുന്ന രൂപത്തിലോ നിസ്കരിച്ചോട്ടെ. ഇന്നത്തെ നിസ്കാരം എങ്ങനെയാണ് സുഹൃത്തുക്കളെന്നോ? ചില ആളുകളൊക്കെ ലോറിസ്കരിക്കും, അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കും, വേറെ നിസ്കാരമൊന്നുമില്ല. സമയവും നേരം കിട്ടുന്ന സമയത്ത് നമസ്കരിക്കും, വേറെ സമയത്തില്ല. ഓലും നിസ്കാരക്കാരിൽ പടച്ചോൻ പെടുത്തൂല കേട്ടോ. എല്ലാവരും ആലോചിച്ചോളൂ, നിസ്കാരക്കാരിൽ അല്ലാഹ് പെടുത്തണമെങ്കിൽ സക്കർ എന്നുള്ളൊരു നരകത്തെ പറ്റി ഖുർആൻ സൂറത്ത് മുദ്ദസ്സിറിലുണ്ട്. സക്കർ എന്താ? സക്കർ തലയോട്ടിക്ക് കുറച്ച് ഉറപ്പ് കൂടുതലാണെന്നാണ്. അതിനെ കരിച്ചു കളയുന്ന തീജ്വാലയുടെ പേരാണ് സക്കർ. മാ സലക്കക്കും ഫീ സക്കർ. ആയത്തോതുമ്പോൾ പേടിച്ചോ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തേ നിങ്ങൾ സഖർ ആകുന്ന നരകത്തിൽ കരിയാൻ കാരണം? മലക്കുകൾ ചോദിക്കാണ്, മാ സലക്കക്കും ഫീ സഖർ. കുറേ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണം എന്താണെന്നോ? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. അവിടെ സുഹൃത്തുക്കളെ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരാകണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. വെള്ളിയാഴ്ച മാത്രം നിസ്കരിച്ചോ നീ കൂട്ടത്തിൽപ്പെടൂല. ഞാൻ എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം നൽകി ലോകത്ത് വിട്ടതിന് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ബാധയാണ് 5 നേരത്തെ നിസ്കാരം. ഈ തിരിച്ചറിവോടുകൂടി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയം വിറകൊള്ളുന്ന സുഹൃത്തെ, കണ്ണു തുറിക്കുന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരുന്നു. ഈ ഒരു ഭയപ്പാട് നിസ്കാരം എങ്ങനെ നിർവഹിക്കാനാണ് പ്രേരിപ്പിക്കണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ മക്കളെ നിസ്കരിപ്പിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇന്നത്തെ തലമുറയുടെ കാര്യത്തിൽ എല്ലാവരും ബേജാറിലാണ്. ആ വിഷയമൊന്നുമല്ല ഞാൻ പറയുന്നത്.
പക്ഷെ നിസ്കാരം കുട്ടികളുണ്ടോ, നിങ്ങളൊന്നും പേടിക്കണ്ട. അതുപോലെ സ്വയം നിർവഹിക്കുന്നൊരു മാനസിക ഉയർച്ചയിലേക്ക് നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. സ്കൂളിൽ പോണ കുട്ടികൾ, പല കുട്ടികളും നിസ്കരിക്കുന്നില്ല. ഞാൻ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിൽക്കാൻ അറിയാം. ജുമാക്ക് പോകാത്ത കുട്ടികൾ എത്ര ഉണ്ടെന്നും. സ്കൂളിൽ ഏറ്റവും കച്ചറുണ്ടാകുന്ന സമയത്താണ് കുട്ടികൾ വേണ്ടാത്തരങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം വെള്ളിയാഴ്ച. കാരണം എന്താ, എല്ലാവരും കുറേ അധ്യാപകന്മാർ സ്കൂളിൽ ജുമാക്ക് പോകും. പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീ ആണ്. ജുമാക്ക് പോകാത്ത എത്ര കുട്ടികളാണെന്നോ. നിങ്ങൾ വീട്ടിൽ നിന്ന് അന്വേഷിക്കണം, ഇന്ന് എവിടേക്കാണ് ഖുത്ബക്ക് പോയത്, ഇന്ന് എന്താ ഖുത്ബ പറഞ്ഞ് ചോദിക്കണം. ലോറ് നിസ്കരിക്കോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കളെ കൂടെ കിട്ടൂല. നമ്മുടെ പൊന്നുമക്കൾക്കല്ലേ, പൊന്നുമക്കൾക്ക് വേണ്ടിയല്ലേ മാതാപിതാക്കളാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നിട്ട് ആ കുട്ടികളെ നമ്മുടെ കൂടെ സ്വർഗത്തിൽ കിട്ടാതിരുന്നാൽ ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസഹും, ഏറ്റവും വലിയ നഷ്ടക്കാരാരാ? കച്ചവടത്തിൽ തൊലയുന്നവനല്ല, മറ്റേതെങ്കിലും ഫീൽഡിൽ പരാജയപ്പെടുന്നവനല്ല. ഏറ്റവും വലിയ നഷ്ടക്കാരൻ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും കുടുംബങ്ങളെയും കൂടെ കിട്ടാത്തവരാണ്. എപ്പോഴും ആലോചിച്ചോ. അപ്പോഴാണ് നമ്മൾ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മുതിർന്ന മക്കളെ നമ്മുടെ കൂടെ സുബഹിക്ക് കൂട്ടിക്കൊണ്ടുവരണം. സുഹൃത്തെ, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ, ഇപ്പൊ തറാവീ നമസ്കാരത്തിൽ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നു. റമളാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരമുണ്ട് സുഹൃത്തെ. രാത്രി നിസ്കാരത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരാണ് ഈ സദസ്സിലുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സുഹൃത്തെ, രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഭാര്യയെയും നമ്മൾ വിളിച്ചുണർത്തണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തണം, മുതിർന്ന മക്കളെയും വിളിച്ചുണർത്തണം. ആ വീട് ബറക്കത്തുള്ള വീടാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, എന്താണ് അവൻ്റെ ഉൾവിളി? ഈ വീടും ഈ സൗകര്യവും ഇതെനിക്ക് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ 2 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിൽ പോകേണ്ടവനാണ്. ഈ ഒരു തിരിച്ചറിവ് അറിയാതെ അവൻ്റെ പാർശ്വഭാഗം ഇങ്ങനെ പൊന്തും. ഉമ്മ ഇങ്ങനെ ഒരു പായൽ നിസ്കരിക്കുന്നു, ഉപ്പ അപ്പുറത്ത് നിസ്കരിക്കുന്നു, ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കുന്നു, മക്കളും നമസ്കരിക്കുന്നു. ആ വീട് എന്തൊരു അനുഗ്രഹത്തിൻ്റെ വീടാണ്. വിശ്വാസികളെ, റസൂലുള്ള പറഞ്ഞില്ലേ, ഈ 2 ആളെ അള്ള മലക്കോട് പറയും, വാപ്പിയും ഇങ്ങനെ നിസ്കരിക്കുക, വിത്രിസ്കരിക്കാണ്. ഈ 2 ആളുകളെയും സാക്കിരീനല്ലാഹ കസീറൻ വസാക്കിറാത്ത് ആ കൂട്ടത്തിൽ ചേർക്കാൻ ആവശ്യപ്പെടുന്നു. സ്വർഗം കിട്ടുന്ന ആളുകളുടെ 10 ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് അഹ്സാബ് സൂറത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, 10 ഗുണങ്ങൾ സ്വർഗം കിട്ടുന്നവർക്ക്. ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തർ ആ 10 ഗുണം ഓരോരുത്തരുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ആലോചിക്കേണ്ടത്. അപ്പം എന്താ, നമ്മൾ നമസ്കരിക്കുമ്പോൾ മക്കളെ നിസ്കരിക്കണം. നമ്മൾ ദീനിൻ്റെ മജ്ലിസിൽ വരുമ്പോൾ, ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകളിലെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും QHLS നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ പോകണം. നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കണം. സുഹൃത്തെ, അവർ നന്മയുടെ മനസ്സിൻ്റെ ഉടമകളാകണമെങ്കിൽ എങ്കിലേ കൂടെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാ, ദുനിയാവിൻ്റെ പിറകിൽ സഞ്ചരിക്കുന്നവരിലേക്ക് നബിയെ നീ നോക്കല്ല. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജ മിൻഹും. ഒരു വലിയ ശതമാനം അങ്ങനെയാണ്. ഒട്ടുമിക്ക വീടുകളിലും കുടുംബാന്തരീക്ഷം എങ്ങനെയെന്നോ, ഓൽക്ക് ആകെയുള്ള ചർച്ച എന്താ, എവിടേക്ക് നമ്മളൊന്ന് പുറത്തേക്ക് പോകാം, എവിടുന്നാ ഡ്രസ്സ് എടുക്കാൻ പോവുക, എവിടെയാണ് ഫുഡ് കഴിക്കുക. വീട്ടിലുള്ള ചർച്ച അങ്ങനെയാണ്. നിസ്കരിച്ചോ എന്നുള്ള ചർച്ചയല്ല, ആയത്ത് കുറിച്ച് ചൊല്ലിയോ എന്നില്ല, അത് കാർ സബാഹ് ചൊല്ലിയോ, അത് കാറിൽ മസാഹ് ചൊല്ലിയോ, സൂറത്ത് കഹ്ഫ് ഓതിയോ. ചർച്ചയുള്ള വീടുകളുണ്ടോ? ഉണ്ടോ? ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, മക്കളോട് ചോദിക്കണം, കടന്നുറങ്ങാൻ പോകും മോനെ ആയത്തിൽ കുറിച്ച് ചെല്ലണം, ആമന റസൂല് ചെല്ലണം, ഇഖ്ലാസോദനം, ഫലക്കോദനം, നാസോദനം. മോനെ ശരീരമാസകലം തടവണം, നല്ല മനസ്സോടെ കിടന്നുറങ്ങണം. ഉറക്കം വരുന്നില്ലെങ്കിൽ ദിക്റുകളും ദുആകളും ചൊല്ലി കിടന്നുറങ്ങണം. ഏതെങ്കിലും വാപ്പ മക്കളോട് അങ്ങനത്തെ ചോദ്യം ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. അപ്പോഴേ സ്വർഗം ലഭിക്കുകയുള്ളൂ. വെള്ളിയാഴ്ചയാണ്, മോനെ കഹ്ഫ് സൂറത്ത് ഓതിയോ? ചോദിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. അത്തരം രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും മാത്രമേ ജന്നാത്തു അദിനില്ലത്തി വഅത്തുഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വസുദ്ദിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ എന്തുമാത്രം ഒരു കുളിർമയാണ് പ്രിയപ്പെട്ടവരെ. റഹ്മാനായ റബ്ബ് ആ അനുഗ്രഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും എത്തിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് എന്താണെന്നോ, നബിയോട് പറയാ, ദുനിയാവിൻ്റെ പിറകിൽ സഞ്ചരിക്കുന്നവരിലേക്ക് നബിയെ നീ നോക്കണ്ട, അവരങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഓലെ സന്തോഷം ഈ ക്ഷണിക ലോകത്ത് മാത്രമാണ്. നബിയെ
ആരോടാണ് പ്രിയപ്പെട്ടവരെ ആയത്തുന്നോ? ദുനിയാവിൻ്റെ പിറകിൽ സഞ്ചരിക്കുന്നവരിലേക്ക് നബിയെ താങ്കൾ നോക്കണ്ട, അങ്ങയുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ പറഞ്ഞു. ആരോട്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട്. നബിനോട് പറയാം, ഓരോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഓരോട് ദീനിയായ നിലയിൽ ചിട്ടയിൽ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. എന്തേ? അവിടെ ഒരുമിക്കാനാണ്, അവിടെ സ്വർഗം കിട്ടാൻ. അപ്പോൾ പറഞ്ഞോളി, ജീവിത വിശുദ്ധി നിസ്കാരം അതിനു വേണ്ടിയുള്ള ഏർപ്പാട്. ഒരു തെറ്റും ജീവിതത്തിൽ നിസ്കാരം കൃത്യമായിട്ടുള്ളത് 99% മനുഷ്യൻ നിന്നാവും നിസ്കാരം ക്ലിയറായ. ഓന് തഖ്വയുള്ളവനാകും, ഓന് തെറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കാൻ ഞാൻ ആലോചിക്കുന്നത്. ഒളിർത്ത് വന്നിട്ട് അള്ളാൻ്റെ മുന്നിൽ നിന്നിട്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഒരു ദിവസം എത്ര തവണ നമ്മളത് പറയുന്നത്? ഒന്ന് ആലോചിക്കും. ഒരു ദിവസം എത്ര തവണ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാ, എന്നെ നീ നേരെ ചൊവ്വേ വഴിയിലാക്കണേ. എന്നിട്ട് സലാം വീട്ടിയിട്ട് എങ്ങനെ മുസ്തഖീമിൽ നിന്ന് തെറ്റാൻ പറ്റും? അപ്പാ പറച്ചിൽ ഇഖ്ലാസോടുകൂടിയല്ല, അള്ളാഹിന്റെ മുന്നിൽ കൈ കെട്ടി നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, അല്ലാ എന്നെ നേരെ ചൊവ്വേ വഴിയിലാക്കണം. എന്നിട്ട് അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന വഴി ഏതാ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആശീർവദിച്ചവരുടെ പാതയിൽ കോപത്തിന് വിധേയരാവൽ പെടുത്തല്ല, വഴിപഴച്ച് വെല്ലും പെടുത്തല്ലേ എന്ന് 5 നേരം എത്ര തവണ ഇത് പ്രതിജ്ഞ ചെയ്യുന്നൊരു വിശ്വാസിക്ക് പിന്നെ എങ്ങനെ വഴിപഴക്കാൻ പറ്റും? അതുകൊണ്ടാണ് നിസ്കാരം ഉണ്ടോ പിന്നെ വേണ്ടാത്തവരുണ്ട് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി ആലോചിച്ചോളി, ഉണ്ടോ നമ്മളെ നിസ്കാരം മനസ്സ് തട്ടിയ ഖുശൂഉള്ള നിസ്കാരമല്ല, അയ്യുറാഊനൻ നാസാൻ, ഓൽക്കാണ് ഫവൈലുൽ മുസല്ലീൻ. ചില ആളുകൾ വിചാരിച്ചു നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കാരം ഒഴിവാക്കുക. നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് 5 നിസ്കരിക്കും. ചെറിയ അശ്രദ്ധകളൊക്കെ ചിലപ്പോൾ കയ്യിട്ട് പിള്ളാക്കാൻ അങ്ങോട്ടും ഉണ്ടൊക്കെ ആലോചന വരും, അവർക്ക് അല്ല പുറത്തു വരും. അതാണ് സ്വല കഴിഞ്ഞ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പുറത്തു വരും. മറിച്ച് അൻ സ്വലാത്തിഹിം, 5 നേരം താൻ നമസ്കരിക്കണമല്ലോ എന്ന ചിന്തയില്ലാതെ തോന്നുമ്പോൾ നമസ്കരിച്ച് മുന്നോട്ട് പോകുക, അവരാണ് കാപ്പട്യമുള്ള നമസ്കാരക്കാർ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാണ്. പ്രിയപ്പെട്ടവരെയും, നോമ്പും നിസ്കാരവും സക്കാത്തൊക്കെ നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള ഏർപ്പാടാണ്. ഇസ്ലാം ഇത്രയും കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയത് അതുകൊണ്ടാണ്. സക്കാത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കാണി, അതിലെ മാലിന്യം നീക്കിയോ? നമ്മൾ വർഷത്തിലൊരിക്കൽ എന്ന നിലക്ക് നമ്മൾ റമളാനിലാണ് സക്കാത്തിൻ്റെ കാര്യം ആലോചിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, കുടുംബസമയം നിന്നിരുന്നോ? അല്ലേ, വീട്ടിൽ ഭാര്യ മക്കളൊക്കെ പാടെന്ന് ആലോചിച്ചോ, നമുക്ക് എത്ര സക്കാത്ത് കൊടുക്കാണ്ട്? ഇരുന്ന് കുണിങ്ങനെ പടച്ചോണ്ട് തോഫിക്കുണ്ടാവും. ചിലപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഒന്നും കൊടുക്കണ്ടാവില്ല, ആകെ 25,000 അല്ലെങ്കിൽ 10,000 കൊടുക്കാണ്ടാവുള്ളൂ, മതി. 60,000 രൂപ ഒരു വർഷം ചിലവഴിച്ച് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. എല്ലാ ചിലവ് കഴിച്ചിട്ട് 60,000 രൂപ കയ്യിലുണ്ടോ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ പൈസ നമ്മളെ മക്കളെ തിന്നാൻ കൊടുക്കണീ പെട്ടാൽ ഹറാമ് തിന്നാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടും. വിശദമായി ഞാൻ പറയുന്നില്ല. സക്കാത്ത് അത്രയും ഗൗരവമാണ്. സമ്പത്തിൻ്റെ ശുചീകരണമാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യത്തിൽ അത്രയും ശുഷ്കാന്തിയായിരുന്നു. അവിടെയാണ് ഒരാൾ ഈമാൻ ഇളക്കുന്നത്, തഖ്വ ഇളക്കുന്നത്. ഫഅൻസർതുക്കും നാറൻ തലല്ലാ, ആളിക്കത്തും നരകത്തെ ഞാനിതാ നബിയേ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഓൾക്ക് താക്കീത് ചെയ്തോ? അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ നാളെ പല്ലത്ത് ചാൻസ് ഇല്ല. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ, ഏറ്റവും നിർഭാഗ്യവാനാണ് അതിൽ കരന്നെരിയേണ്ടി വരിക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലദീ കസ്സബ വതവല്ല, ദീനിനെ കളവാക്കി തോന്നിയതുപോലെ സഞ്ചരിക്കുന്നവനാണവൻ. വസയുജന്നബുഹൽ അത്ഖാ, മുത്തഖിയായ മനുഷ്യൻ, ജീവിത വിശുദ്ധി നേടിയവൻ ആ നരകാഗ്നിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെടും. നമ്മളെ ഇതിൽ പെടണം. ഓൻ്റെ ഒന്നാമത്തെ ഗുണം എന്താ? അല്ലദീ യുതീ മാലഹു യതസക്കാ, തൻ്റെ സ്വത്തിൻ്റെ ശുചീകരണത്തിനു വേണ്ടി കൃത്യമായി സക്കാത്ത് കൊടുക്കും. അതിലൊരു സന്തോഷം ഉണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ അവിടെ പിരിവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ മാർഗത്തിൽ 10 രൂപ കൊടുത്തു നോക്കാൻ അതിൽ സന്തോഷം. രാത്രി കടന്നുറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് അതിൻ്റെ സക്കാത്തിൻ്റെ 2 ലക്ഷം ഞാൻ കൊടുത്തു. ഒരു 2-3 സ്ഥാപനങ്ങൾക്ക് ഞാൻ പിരിവ് കൊടുത്തു. അൽഹംദുലില്ലാഹ് അതിലൊരു കുളിർമ കിട്ടണം. പോയല്ലോ എന്നല്ല, ആ 4 സ്ഥാപനത്തിൻ്റെ ആളുകൾ വന്നു, എൻ്റെ പൈസനെ കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് തന്നെ പൈസയും പോയി, പരലോകത്തെത്തുമ്പോൾ 0 ആയിരിക്കും. മറിച്ച് മനസ്സാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹ് നൽകിയ സ്വത്ത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളൊരു മനസ്സ്, അതൊരു വല്ലാത്ത മനസ്സാണ്. അത് സ്വർഗം ലഭിക്കുന്നവിടെ മനസ്സാണ്. നാളെ അനുഗ്രഹത്തിൻ്റെ സ്വർഗം ലഭിക്കുന്നവിടെ മഹനീയ ഗുണങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സൂറത്ത് ആൽ ഇംറാന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും. അസ്വാബിരീന
വസ്സാദിഖീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സജദ സൂറത്തിൽ കാണാൻ പറ്റും സ്വർഗം കിട്ടുന്നോടെ ഗുണാണത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. സ്വർണത്തിന് കൃത്യമായിട്ട് കൊടുക്കണം. ഈ കൊല്ലം കൊടുത്ത സ്വർണ്ണം അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ അപ്പോഴും കൊടുക്കണം. ലോക്കറിൽ വെച്ച് ഇനിയും കൊടുക്കണം, ധരിക്കണിനും കൊടുക്കണം, കോയിനായിനും കൊടുക്കണം, എല്ലാത്തിനും കൊടുക്കണം. 10:30 ശേഷം ഒരു മില്ലി ഉണ്ടെങ്കിൽ ആ മില്ലി അടക്കം 10:30 ശേഷം ഒരു 10:45 ഉണ്ടോ, 3/4 കൊടുത്താൽ പോലെ 10:45 കൊടുക്കണം. 10:45 ഇപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ 25,000 കൊടുക്കണം. കൊടുത്തുക്കണോ ആലോചിച്ച് നോക്കി. ഇല്ലെങ്കിലേ സഹോദരാവലായ ഹസ്ബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു നൽകിയ ഔദാര്യം എൻ്റെ കയ്യിൽ 10 കാശ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മികവ് കൊണ്ടോ എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിൽ അത് എത്തിയത് ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അല്ലാഹു നൽകിയത് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്കേണ്ടാൻ പാടില്ല. അല്ലാഹു പറയാ, ഞാൻ തന്നത് ചെലവഴിക്കാതെടാ, കെട്ടിപ്പൂട്ടി വെക്കടോ, നിനക്കത് ഗുണകരമാണെന്ന് നീ വിചാരിക്കണ്ട. സയുത്തവ്വകൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. കണ്ടാഭരണമായി നിന്നെ അണിയിക്കപ്പെടും. സുഹൃത്തെ, ഭയപ്പെടണം, നാളെ പരലോകം ഭീകരമാണ്, ഭയാനകമാണ്. അല്ലാഹു നൽകിയ സ്വത്ത് നൽകിയില്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലേക്ക് എത്തും. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി വെച്ച് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവരെ പറ്റിയുള്ള ആയത്ത് ഖുർആനിൽ ഇറങ്ങി. സഹാബത്തിനൊരു ആയത്തിറങ്ങി ഒലിക്ക് ഉറക്കം വരില്ല. നമ്മൾ എത്ര ആയത്ത് കേട്ടാലും സുഹൃത്തെ നമ്മൾ ആലോചിക്കണില്ല. അത് ഏതോ ലോകത്തുള്ള മുഅ്മിനീങ്ങളോടുള്ള വർത്താനാന്ന പല ആളുകളുടെയും ധാരണ. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങിയപ്പോൾ ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ മുന്നിൽ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയുന്നു, നബിയേ, ആ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ ഞങ്ങൾ പെടുവോ? ഓൽക്കറിയണം ശിക്ഷ കൊണ്ടുള്ള സന്തോഷ വാർത്തയാണോ ശരിക്ക്? ശിക്ഷ സന്തോഷ വാർത്തയാണോ? അല്ല, ഓൽക്ക് ആകെ കിട്ടാനുള്ളത് നരകം മാത്രമാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ വന്നിട്ട് ചോദിക്കും, നബി ഞങ്ങളത് പെടുവോ? റസൂലുള്ളാഹി പറഞ്ഞു, എന്തൊക്കെ നിങ്ങളവസ്ഥ? കാര്യപ്പെട്ട ആളൊക്കെയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടാ മുന്നിൽ വേറെ കുറച്ച് കാര്യപ്പെട്ട പൈസ ഉള്ളവരനെ വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സക്കാത്തിന് സദഖയൊക്കെ കൃത്യമായിട്ട് ഉണ്ട് നബിയെ, ഉണ്ട് നബിയെ, പറ്റാവുന്നതിൽ ഉപരി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അൽഹംദുലില്ലാഹ് കുഴപ്പമുണ്ടാവില്ല, പടച്ചവങ്ങൾക്ക് ആ കൂട്ടത്തിൽ പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പറയാൻ റസൂലുള്ളാഹിക്ക് പറ്റുമല്ലോ. അതിൽ ഇറ്റാണ് പോണില്ല. നിങ്ങളൊന്ന് പറയണം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ നിന്ന് അവിടെ പോണില്ല പ്രിയപ്പെട്ടവരെ. കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ പ്രവാചകൻ്റെ മുന്നിൽ നിന്ന് പോണില്ല. വലിയ വലിയ മനുഷ്യന്മാരാ. എന്തുകൊണ്ടാ? പരലോകം അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, സക്കാത്തിലൂടെ ജീവിത വിശുദ്ധിയിലേക്ക് എത്തണം, കൃത്യമായി നൽകണം. ഏതൊക്കെ വരുമാനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയോ എല്ലാം ചെലവഴിച്ചിട്ട് സക്കാത്ത് കൊടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, ആർക്കും കൊടുക്കണ്ടാവില്ല. ഓരോരുത്തരെയും ജീവിതാവസ്ഥക്കനുസരിച്ച് ചെലവ് കൂടും. വെന്നീനനുസരിച്ച് കഴിവതും സൂക്ഷ്മതക്ക് ഒരു 10 ലക്ഷം ഉണ്ടോ 25,000 കൊടുത്താൽ പ്രിയപ്പെട്ടവരെ ബാക്കി ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാമല്ലോ. കൊടുക്കാൻ മനസ്സെന്ന് വരുമ്പോഴാണ്, കൂട്ടിക്കിഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ചങ്ങാതി കടന്നു വരിക. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ. സമ്പത്തിൻ്റെ കാര്യത്തിൽ മറ്റൊന്നല്ല ഇടപെടും. കൊടുക്കേണ്ട ചങ്ങായി, എൻ്റെ കുട്ടീനെ ഫീസ് അടച്ചുകൂടി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എൻ്റെ ഫ്രിഡ്ജ് കേടുന്നിട്ട് എത്ര കാലമായെന്ന് വാങ്ങിക്കൂടെ? ഇങ്ങനത്തെ അതാണ് അശ്ശൈത്വാൻ. ശ്രദ്ധിച്ചോളി. അതുകൊണ്ടേ സക്കാത്ത് കൃത്യമായി നൽകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുർത്തദ്ദീങ്ങളോട് യുദ്ധം ചെയ്തത് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ച ആളുകൾക്കറിയാം. ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂലായിരുന്നു. റസൂലുള്ളാഹി ആയിരുന്നല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. റസൂലുള്ളാഹി വഫാത്തായില്ലേ? വല്ലാഹി വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാ വ സക്കാ. നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും വേർതിരിവ് കാണിക്കുന്നു നീ യുദ്ധം ചെയ്യും. വല്ലാഹ്, ഒരു ഒട്ടകത്തിൻ്റെ കയറിന്, അതൊരു വാക്ക്, അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, ഒട്ടകത്തിൻ്റെ കയറിന് റസൂലുള്ളാഹിക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഖാതലഹും അലാ മൻഇ, യുദ്ധം ചെയ്യുന്നു. അതായിരുന്നു ഇസ്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെയും എല്ലാ മാലിന്യവും നീങ്ങണം. ബാക്കി അല്ലേ എല്ലാം വൃത്തിയാക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഹജ്ജും നിസ്കാരവും സക്കാത്തൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഹജ്ജിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കണി. സമ്പത്തും ആരോഗ്യമുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വർഷം തന്നെ പോകാൻ ആലോചിച്ചോളി. അടുത്ത കൊല്ലം ഉണ്ടാകുന്നില്ല. സമ്പത്തും ആരോഗ്യം ഒത്തണമെങ്കിൽ ഇനി അടുത്ത കൊല്ലം പോകാം, ഇനിയും പോകാം, ആ കുട്ടിനെ കെട്ടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മറ്റേ കഴിഞ്ഞിട്ട് പോവാം.
മോൻ്റെ ജോലിക്കാകട്ടെ, നീട്ടിവെക്കേണ്ടതല്ല ഹജ്ജ്, നീട്ടിവെക്കേണ്ടതല്ല ഹജ്ജ്. ഒരാൾക്ക് അല്ലാഹ് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകിയെങ്കിൽ മനിസ്തതാഅ ഇലൈഹി സബീല, അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. പേടിച്ചോളിയും പ്രിയപ്പെട്ടവരെ, മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. ജൂതനോ ക്രൈസ്തവനോ ആയ അവൻ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി പറയാം. മൻ കാന ലഹു സഅ, വല്ലാത്ത വാക്കാണ്. അതുകൊണ്ടാണ് ഹജ്ജ് എന്താണ്? മനസ്സിനെ സ്ഫുടം ചെയ്യലാണ്, ജീവിതം വിശുദ്ധമാക്കലാണ്. തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. വതസവ്വദൂ, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കണം. ഹജ്ജിനു വേണ്ട സകലമായ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തണം. പക്ഷേ നിങ്ങൾ ഒരുക്കുന്ന യാത്രാ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം തഖ്വയാണ്. അവിടെ അല്ലാഹ് തഖ്വയാണ്. ഹജ്ജ് ചെയ്ത ഹാജിയുടെ ജീവിതമാണ് റഹ്മാനായ റബ്ബ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ പറഞ്ഞെന്താണെന്നോ, അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ജീവിത വിശുദ്ധിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെയും തഖ്വയാണ് ജീവിത വിശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യതയുള്ളവരാരാ? തഖ്വയുള്ളവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ സീറ്റുള്ളത്. ആ മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ച ഉമ്മിയത്ത് ബിൻ ഖൽഫിന് സീറ്റില്ല പ്രിയപ്പെട്ടവരെ. ഹബീബായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവിടെ ദറജയുള്ളത്. തറവാടിത്വം കൊണ്ടും കുലമഹിമ കൊണ്ടും ആ മനുഷ്യനെ കണ്ണീര് കുടിപ്പിച്ച അബൂജഹലാദികൾക്ക് അവിടെ സീറ്റില്ല. നമ്രൂദന് അവിടെ സീറ്റില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവിടെ സീറ്റുള്ളത്. അഹങ്കാരിയായ ഫറോവക്ക് അവിടെ സീറ്റില്ല. സുഹൃത്തേ, മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്കാണ് അവിടെ സീറ്റുള്ളത്. എന്താണ് മാനദണ്ഡം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ ആയത്തോതും നമ്മുടെ മനസ്സിനൊരു കുളിർമ വേണം. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും സ്വീകാര്യമായ ആരാ? തഖ്വയുള്ളവനാണ്. ഈ സംസാരം കേൾക്കുന്നവരെ, നാളെ പരലോകത്ത് ആ മുത്തഖീങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റണം. ഇന്നലിൽ മുത്തഖീന മഫാസാ. ആർക്കാണ് നാളെ പരലോകത്ത് ഫൗസ്? ഏതാണ് ഈ ഫൗസ്? ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന. നരകത്തിന് തട്ടിത്തെറിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കി ഫൗസ് ലഭിക്കുന്നവരാരാ? മുത്തഖീങ്ങളാണ്. അതാ തഖ്വ. അതാണ് അള്ളാഹിനെ പേടി. അള്ളാഹിനെ പേടിയിൽ ഏറ്റവും പ്രധാനം അവൻ എപ്പോഴും നമ്മെ കാണുമെന്നൊരു ഭയപ്പാടാണ്. തഖ്വയുടെ ഏറ്റവും മർമ്മം ശ്രദ്ധിച്ചോ. ഞാൻ ഈ പറയുന്ന വാക്ക് കേട്ടോ. ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ റബ്ബ് കാണുന്നു, നിങ്ങൾ ഈ ഇരിക്കുന്ന റബ്ബ് കാണുന്നു. നിങ്ങളാരെങ്കിലും സുഹൃത്തെ ഇവിടെ ഇരിക്കുന്നു, മനസ്സ് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മനസ്സ് പോലും റബ്ബ് അറിയുന്നു. അതാ പ്രശ്നം. വിജ്ഞാനവേദിയിൽ വന്ന് എവിടത്തെ കാര്യങ്ങളെപ്പറ്റിയും ആലോചിച്ചിരിക്കുന്നുണ്ടോ? അതോ ഇവിടെ തന്നെ കണ്ണും കാതും നൽകി ഇഖ്ലാസോടെ ഇരിക്കുന്നതോ? അതുപോലും റബ്ബ് അറിയുന്നു. മനസ്സിലുള്ളത് പോലും അല്ലാഹ് അറിയുന്നു. അങ്ങനത്തെ റബ്ബിനെ നിങ്ങളുടെ മനസ്സിൽ കണ്ടു നോക്ക്. യുഹാസിബുക്കും ബിഹില്ലാഹ്. ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയി, നബിയേ, ഞങ്ങളുടെ മനസ്സിൽ വേണ്ടാത്തരങ്ങൾ വരാറുണ്ട്, വേണ്ടാത്ത ചിന്തകൾ വരാറുണ്ട്. അതിന് എൻ്റെ റബ്ബ് ഞങ്ങൾ ശിക്ഷിക്കോ എന്ന് റസൂലുള്ളാഹി സഹാബത്തിന് ചോദിക്കാം. മനസ്സിലെ സഹാബത്ത് പറയാണ്, ലില്ലാഹി മാഫിസ് സമാവാത്തി എന്നുള്ള ആയത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങി കിട്ടിയപ്പോൾ നിങ്ങളെ മനോഗതിക്കനുസരിച്ച് നാളെ പല്ലോത്ത് വിചാരണ നടത്തുന്ന പോലെ ആകെ ടെൻഷനായി. നബിനോട് പറയാം, നബി, ഞങ്ങളുടെ മനസ്സിൽ വേണ്ടാത്തരങ്ങളൊക്കെ ചിലപ്പോൾ വരലുണ്ട്, പക്ഷെ പ്രാവർത്തികമാകണീന് മുമ്പ് ഞങ്ങൾ പിറകോട്ട് മാറും. അപ്പം നബിയെ മനസ്സിൽ തോന്നൽ വേണ്ടാത്തരം തോന്നിയാലും ശിക്ഷിക്കൂ. അപ്പം റസൂൽ എന്താ പറഞ്ഞത്? ഇല്ല എന്നല്ല പറഞ്ഞത്, ശിക്ഷിക്കുന്ന പറഞ്ഞത്. ആലോചിച്ച് നോക്കായിരുന്നു. പേടിക്കേണ്ട വാക്കല്ലേ അത്. മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ അതുപോലും യുഹാസിബുക്കും ബിഹില്ലാഹ്, അല്ലാഹ് ഹിസാബിന് വിധേയമാക്കും എന്ന് പറഞ്ഞപ്പോ ഹബീബായ പ്രവാചകന്റെ സഹാബത്ത് വല്ലാതെ വേദനിച്ചു പോയി. അപ്പം നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളത് തിന്മയിലേക്ക് കടക്കാറില്ല. വേണ്ടാത്തരങ്ങൾ പലതും ഞങ്ങളുടെ മനസ്സിൽ വരുന്നു. അതിന് അല്ലാഹ് ഹിസാബ് നടത്തി ഞങ്ങളെ ശിക്ഷിക്കുവാണെങ്കിൽ എന്താ ചെയ്യുക? റസൂൽ പറഞ്ഞു, നിങ്ങളെ മനസ്സ് പോലും നല്ല വിചാരം വെച്ച് പൂർത്തിക്കൊള്ളും. അങ്ങനത്തെ റബ്ബിനെ, നമ്മളെ മനസ്സ് പോലും അറിയുന്ന റബ്ബിനൊന്ന് ആലോചിച്ച് നോക്കാടി. ആ റബ്ബ് നമ്മെ കാണുന്നു, ആ റബ്ബ് നമ്മെ അറിയുന്നു. ആ റബ്ബാരാ? കണ്ണിന്റെ കള്ളനോട്ടം അറിയുന്നവനാണവൻ. കണ്ണിന്റെ കള്ളനോട്ടം അറിയുന്നവൻ. ഈ കണ്ണുകൊണ്ട് ഞാൻ ഒരാളെ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഉദ്ദേശശുദ്ധിയെ അറിയുന്ന പടച്ച തമ്പുരാൻ. ഒമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അറിയുന്നവൻ. ഈ വിസ്തൃതമായ പ്രപഞ്ചത്തിൽ ഒരു ഉണങ്ങിയില ഒരു മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നുവെങ്കിൽ അതറിയുന്ന റബ്ബ്. ഇങ്ങനത്തെ റബ്ബിനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരൂ. ഇങ്ങനത്തെ റബ്ബിനെ പറ്റി വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എങ്ങനെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യാൻ സാധിക്കും?
വാതിലടച്ചിട്ട റൂമിലാണെങ്കിലും വിജനമായ സ്ഥലത്താണെങ്കിലും ആരോരുമില്ലെങ്കിലും ഞാൻ തനിച്ചാണെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു, എൻ്റെ റബ്ബ് എന്നെ അറിയുന്നു. മായക്കൂനു മിൻ നജ്വാ സലാസ, നിങ്ങൾ രണ്ടാളാണോ മൂന്നാമതൊരുവനായി റബ്ബുണ്ട്, മൂന്നാളാണോ നാലാമതൊരുവനായി റബ്ബുണ്ട്, കൊച്ചു സംഘമാണോ വലിയ സംഘമാണോ, ഇല്ലാഹു മഅഹും, അവനില്ലാത്തൊരു നിമിഷവും നമ്മുടെ ജീവിതത്തിലില്ല. നീ ഒരു സ്ഥലത്ത് തനിച്ചാണോ പറയല്ലേ, തനിച്ചാണെന്ന് പറയല്ലേ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ കുൽ അലയ്യ റഖീബു. പ്രിയപ്പെട്ടവരെ, എവിടെയാണെങ്കിലും റബ്ബ് നമ്മെ കാണുന്നു എന്ന് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നു. ലേ, ഒരു പ്രോഗ്രാം ഇങ്ങനെ ക്യാമറയിൽ പകർത്തുന്നത് പോലെ ആരെങ്കിലും ആലോചിച്ച് നോക്കാണ്. അല്ലാഹുൽ വിശ്വാസമുള്ളവരെ ഞാനും നിങ്ങളും സുഹൃത്തെ എല്ലാം ഒപ്പിയെടുക്കുന്നു, എല്ലാം കൃത്യമായി പകർത്തുന്നു. ആ റെക്കോർഡുമായിട്ടാണ് നാളെ പരലോകത്ത് ഞാനും നിങ്ങളും എത്തുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ തിന്മകൾ ആലോചിക്കുമ്പോൾ വേദന. ഞാൻ എവിടെ വെച്ചെന്ത് ചെയ്താലും അത് കൃത്യമായി രേഖയിലുണ്ടല്ലോ. മയൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സജ്ജരായ മലക്കുകളില്ലാതെ ഒരക്ഷരം ഉരിയാടാൻ നമുക്ക് സാധ്യമല്ല. അവനറിയാതെ ഒരക്ഷരം നമ്മുടെ നാവിൽ നിന്ന് വീഴില്ല, എഴുതുകയാണ്. അത് റെക്കോർഡ് ചെയ്യാം. മത്സരിക്ക് നമ്മൾ എങ്ങനെ വരിക? ഏത് ഖബർസ്ഥാനിൽ എന്നെയും നിങ്ങൾ ഈ മടക്കം ചെയ്യപ്പെട്ടാലും സുഹൃത്തേ, ഖബറിൽ നിന്ന് ഈയുള്ളവൻ എണീറ്റ് വരുന്നത് എങ്ങനെയാണെന്നോ, ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരും എണീറ്റ് വരുന്നത് എങ്ങനെയാണെന്നോ, നിങ്ങൾ റെക്കോർഡ് ചുമന്നുകൊണ്ടൊരു മലക്ക്, സുഹൃത്തേ നിങ്ങളെ വഴി കാണിക്കാൻ മറ്റൊരു മലക്കും, വജാഅതു കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. എന്നിട്ടോ വിചാരണ എങ്ങനെ ഈ രേഖ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുന്നു. ഇല്ലേ, വെള്ളിയാഴ്ച ഓതുന്ന സൂറയിൽ ആയത്ത് നമ്മുടെ മനസ്സിലില്ലേ എപ്പോഴും വളിയൽ കിതാബ്, രേഖ തന്നെ മുന്നിൽ നിരത്തി വെക്കുമ്പോ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീൻ, അങ്ങനെ നോക്കുമ്പോഴേ ആരും കാണാതെ മറ്റവനെ പറ്റിച്ചത്, ആ വേണ്ട വൃത്തി ചെയ്തൊക്കെ ഇതിലിങ്ങനെ കാണാം. അപ്പം പറയാ മാലിഹാദിൽ കിതാബ്, എന്തൊരു രേഖയാണ് റബ്ബേ ഇത്, ലാ യുഗാദിറു സഗീറ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, ഒന്നും റബ്ബേ ഇതിൽ നീ വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അല്ലാഹ് പറയുന്ന വാക്കെന്താണോ, നീ ചെയ്യാത്തത് വല്ലതും അതിലുണ്ടോ? ആലോചിച്ച് നോക്കണേ എൻ്റെ മുഅ്മിനീങ്ങളെ. റമളാൻ മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റബ്ബിനോട് നല്ലവണ്ണം ആത്മാർത്ഥമായി തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കോ. അല്ലാഹ് ചോദിക്കാവ വജദൂ മാ അമിലൂ ഹാലിറാ, നീ ചെയ്തതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അതിൽ? വലാ യുദ്ലിമു, ആയത്തൊക്കെ റബ്ബിനോടുള്ള സ്നേഹം കൂടുന്ന വാക്ക. വലാ യുദ്ലിമു റബ്ബുക അഹദാ, ഒരാളോടും അല്ലാഹ് അനീതി ചെയ്യുകയേയില്ല. ഒറ്റ കുട്ടിയോടും മറ്റോൻ ചെയ്ത് നമ്മുടെ രേഖയിൽ ചേർത്ത് നമ്മളെ ശിക്ഷിക്കൂല. നീതിമാനാണ് പ്രിയപ്പെട്ടവരെ. ഒരു പുഞ്ചിരി ഒരു സുഹൃത്തിന് നിങ്ങൾ സമ്മാനിച്ചാൽ, ഒരു സലാം ഒരു സഹോദരൻ നിങ്ങൾ നൽകിയാൽ, ഒരു 5 കാശ് ഒരു സുഹൃത്തിന് നിങ്ങൾ നൽകിയാൽ, അത് കറക്റ്റ് കണക്കിൽപ്പെടുത്തി കൂലി നൽകാൻ കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ റബ്ബുള്ള വിശ്വാസമാണ് പ്രവാചകൻ തിരുമേനി തൻ്റെ സഹാബത്തിൽ ഉണ്ടാക്കിയത്. ആരും കാണൂല്ലെങ്കിൽ റബ്ബ് കാണും. ഈ ഒരു വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തണം. അങ്ങനത്തെ ഒരു പടച്ചോന് പേടിയുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറണം. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച് ഈ ഒരു മനസ്സ് പോലെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തിട്ട് അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്. പാൽക്കാരിപ്പം കിട്ടിയൊരു ചരിത്രം എപ്പോഴും നമ്മൾ വഴുതുകളിലൂടെ കേൾക്കാറുണ്ട്. അവിടെ എന്താ, എത്ര കാലമായി നമ്മൾ മലയാളത്തിൽ ഖുത്ബ കേൾക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി സുഹൃത്തെ നമ്മൾ ദീനിൻ്റെ മജ്ലിസുകളിൽ എത്തിപ്പെടാൻ തുടങ്ങിയിട്ട്? പക്ഷെ ഇങ്ങനത്തെ ഒരു പേടി എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കട്ടെ. നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ, സ്വർഗം കിട്ടൂല അല്ലെങ്കിൽ കിട്ടോ? നമ്മൾ തനിച്ചാകുന്നു. ഒരു തെറ്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അവസരം വരുന്നു. എന്നറിയുന്നവരാരുമില്ല, ഞാൻ അറിയുന്നവരാരുമില്ല, എനിക്കെന്തുമാകാമെന്നൊരവസ്ഥ സഹോദര എൻ്റെ മുന്നിൽ വരുമ്പോ ഞാൻ അവിടെ വീണു പോകുന്നവനാണോ? ആ ചളിക്കുണ്ടിൽ വീഴുന്നവനാണോ? ഞാൻ തഖ്വയില്ലാത്ത കപടനാണ്. വിശ്വാസികളെ ശ്രദ്ധിച്ചോ, ഒരു തെറ്റ് ചെയ്യാൻ സാഹചര്യം വരുന്നു. ആരും തന്നെ അറിയുന്നവരില്ല, ഞാൻ അങ്ങോട്ടറിയുന്നവരില്ല, എനിക്കെന്ത് വേണ്ടാത്തരങ്ങൾ ചെയ്യാമെന്നൊരവസ്ഥ വരുമ്പോ
അവിടെ എൻ്റെ റബ്ബിനെ ഭയന്ന് ഞാൻ പിറകോട്ട് നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ പേരാണ് മുത്തഖി. പാൽക്കാരി പെൺകുട്ടി ഉമ്മ പറയുന്ന, മോളെ വേഗമെണീറ്റ് പാലിൽ വെള്ളം ചേർക്കണം. ഉമ്മ പാടില്ലെന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു മോളെ? ഉമർ എന്ന ഭരണാധികാരി. ഉമറില്ലല്ലോ, ലോകരാരുമില്ലല്ലോ, ആരുമില്ല. ജീവിതത്തിലെ പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ വലിയ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൽ. ഉമ്മാക്ക് പാല് വെള്ളം ചേർക്കാൻ പൂതിണ്ടായിട്ടല്ല, അത്രയും കഷ്ടി ഒപ്പിച്ച് ജീവിക്കുന്നൊരു കുടുംബം. മോളെ എണീക്ക്, മോളെ കുറച്ച് വെള്ളം പാർന്നൊക്കെ ഒന്ന് പാകപ്പെടുത്ത്. ആ സമയത്ത് ആ മോള് പറഞ്ഞൊരു വാക്ക്, തഖ്വയുടെ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഉമർ കാണില്ലെങ്കിലും ലോകരാരും കാണില്ലെങ്കിലും അല്ല ഇവിടെ. ആ റബ്ബിനെ കബളിപ്പിക്കാൻ, ആ റബ്ബിനെ കണ്ണിൽ പൊടിയിടാൻ എനിക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾ നാളെ പരലോകത്ത് ഉന്നതമായ പദവിയിലെത്തും എന്നതോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ഇണയെയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് എൻ്റെ പേരിൽ ആ പൊന്നുമോൾക്ക് കിട്ടി. പുറത്തുനിന്ന് ഈ സംസാരം കേൾക്കുന്നു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി. എന്തൊക്കെയാണ് തൻ്റെ പ്രജകളുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി, അതും തഖ്വയാണ്. വേഷം മാറി അവരിലൊരുവനായി, കണ്ടാൽ തിരിച്ചറിയാത്ത വേഷവിധാനത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഒരു ഉമ്മയുടെയും മകളുടെയും സംസാരം വീട്ടിൽ നിന്ന് കേൾക്കുന്നു. ചെവി കൊടുത്തപ്പോൾ ഈ സംസാരമാണ്. വല്ലാതെ മനസ്സിന് സന്തോഷമായി. ഇങ്ങനത്തെ ഒരു അനുചരന്മാരുണ്ടാകണം, അങ്ങനത്തെ ഒരു പ്രജകളാകണം തൻ്റെതെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ ആ വീടിനൊരു അടയാളം വെച്ചു. വീട്ടിൽ പോയിട്ട് മോനോട് ചോദിച്ചു, മോനെ ഹല്ലക്ക സോജ, നമുക്കൊരു ഇണയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, പടച്ചോനെ പേടിയുള്ളൊരു പെൺകുട്ടിയെ. എന്താ മോൻ്റെ അഭിപ്രായം? ഇപ്പാ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഞാൻ സംതൃപ്തനാണ്. പ്രിയപ്പെട്ടവരെ, കൊച്ചുകുടിലിൽ ഒരു ചെറിയ വീട്ടിൽ നിത്യവൃത്തിക്ക് വേണ്ടി പാലിൽ വെള്ളം ചേർത്ത് ജീവിക്കുന്നൊരു കുടുംബം. ആ കുടുംബത്തിലൊരു പെൺകുട്ടിയെ രാജ്യത്തിൻ്റെ അധിപൻ, പ്രിയപ്പെട്ടവരെ, തൻ്റെ മോൻ്റെ ഇണയായി സ്വീകരിക്കുകയാണ്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചില്ലേ, ആരല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ അള്ളാഹു അവന് മഖ്റജ് നൽകും. ഈ ആയത്തിൻ്റെ മറുവശം എന്താ? അള്ളാനെ പേടിക്കാതെ ഞാനും നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ കുടുസ് വരും, സാമ്പത്തിക പരാധീനത വരും, റബ്ബിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. ആയത്തിൻ്റെ അർത്ഥം ആരല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവന് മഖ്റജ് നൽകും. വിചാരിക്കാത്ത വഴിയിൽ അന്നം നൽകും. ഒരു വിശ്വാസിക്ക് കുളിർമ നൽകുന്ന ഖുർആനിലെ ആയത്ത്. ഈ ആയത്തെ ഒരു പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. ഒരു മുഅ്മിൻ ടെൻഷൻ അടിക്കാതിരിക്കണം. ഞാൻ ആമുഖമായി ഓതിയ 3 ആയത്തും ഇടക്കിടക്ക് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നമാതിരി ചൊല്ലിക്കോളി. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ആകാശ ലോകത്തിൻ്റെ നാഥൻ ഇടപെടും. എന്തേ അതിനു വഴി? അള്ളാഹുവിനാര് സൂക്ഷിക്കുന്നുവോ ആൺപെൺ വ്യത്യാസമില്ല, ഏത് നാട്ടുകാരെന്ന് വ്യത്യാസമില്ല, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന പടച്ചറബിനെ ഭയന്ന് ജീവിക്കണം. അവൻ്റെ വാക്കുകൾക്കും അവൻ്റെ നിർദ്ദേശങ്ങൾക്കും നമ്മൾ മുഖബല നൽകണം. അവിടെ നിങ്ങളെ സംഭവിച്ചതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തൊരു സമൂഹം അങ്ങനെയാണ്. അത്രയും തഖ്വയുള്ളൊരവസ്ഥയിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചു പ്രവാചകൻ. തെറ്റ് ചെയ്തവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബിയെ തെറ്റ് ചെയ്തു വന്നു പറയാം. അള്ളാഹിൻ്റെ ഖുർആൻ സൃഷ്ടിച്ചു ഇപ്പോഴാണ്. പരലോകം ബോധ്യപ്പെട്ടു, അള്ളാഹിനെ ബോധ്യപ്പെട്ടു. സൂറത്ത് മുംതഹനയിലെ ആയത്തുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നോക്കി. യാ അയ്യുഹൻ നബി ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഉനക അലാ അല്ലാ യുശ്രികന ബില്ലാഹ് വലാ യസ്രികന വലാ യസ്നീന. ആയത്ത് കേട്ട അർത്ഥം കേട്ടാൽ കണ്ണു തുറച്ചു പോകും. മുത്തറസൂൽ വളർത്തിയെടുത്തൊരു സമൂഹത്തിൻ്റെ വല്ലാത്തൊരു വിപ്ലവം, ജാഹിലിയത്തിൽ കടന്നൊരു സമൂഹത്തെയാണ് അള്ളാഹിൻ്റെ റസൂൽ ഇത്രയൊരു പരലോകബോധത്തേക്ക് എത്തിയത്. ഇത്രയൊരു അള്ളാഹിനെ പേടിയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു. നബിയേ, സത്യവിശ്വാസിനികൾ നിന്റെ അരികിലേക്ക് വന്നാൽ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഉനക, ബയ്യത്ത് ചെയ്യാൻ വന്നാൽ, എന്താ ഇന്നലകൾ പ്രവാചകരെ ശക്തമായി നിലക്കൊണ്ടവർ ഇന്നോൽക്ക് നബി സത്യസന്ധനാണെന്ന് ബോധ്യപ്പെട്ട പിന്നെ നബിൻ്റെ കൂടെ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പം ഇന്നലെ കൂക്കി വിളിച്ച് മുഖത്ത് തുപ്പി കാർക്കിച്ചു തുപ്പി പ്രവാചകനെ വിഷമിപ്പിച്ചവർക്ക് ഇനി നബിയെ ഇന്നലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇപ്പം ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു,
എന്ന് നബിയെ നിന്നോട് വന്ന് പറഞ്ഞ ഈ എന്ത് ചെയ്യണം? അവരോട് നീ സ്വീകരിക്കണ നിലപാടെന്താ? ഇന്നലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ തെമ്മാടിത്തം തോന്നിവാസം പോയിടാന്ന് പറഞ്ഞാൽ ആട്ടി പറഞ്ഞേക്കല്ല വേണ്ടത്. ഓലടുത്ത് വിളിച്ച് ഓൽക്ക് നീ വയ്യത്ത് ചെയ്ത പോലെ ഇസ്ലാമിൻ്റെ മക്കളായാണ്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ. എന്തു വേണ്ടാത്തരം ചെയ്തു ഓന് കാര്യം ബോധ്യപ്പെട്ട് നന്മയുടെ വഴിയിൽ വന്നാൽ ഇന്ന് മുതൽ ഓനെ അള്ള സ്വീകരിക്കും. അള്ള പുറത്തു കൊടുക്കുന്ന നമ്മളോ ഇന്നലെ ഓൻ ചെയ്ത് ഇങ്ങനെ മനസ്സ് കൊണ്ടുവന്നിട്ട് ഈ അങ്ങനത്തോനല്ലടാ ഇങ്ങനത്തോനല്ലേ പറയാൻ പാടില്ല, അള്ള പുറത്തു കൊടുക്കും. ഈ ആയത്താണ് നബിയെ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ നിന്റെ അരികിൽ വന്നാൽ, മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളല്ല, അപ്പം പെണ്ണുങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ആണുങ്ങൾ എങ്ങനെയൊക്കെ? ഇദാ ജാഅക്കൽ മുഅ്മിനാത്ത് മുംതഹന സൂറയിലെ വചനമാണിത്. നബിയെ വിശ്വാസിനികൾ നിന്റെ അരികിലേക്ക് വന്നാൽ യുബായിനക ബൈഅത്ത് ചെയ്യാൻ അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹ്, ഒന്നാമതായി ശിർക്ക് ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, ശിർക്ക് ജീവിതത്തിൽ വന്നോ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ അപകടമാണത്. ശിർക്ക് ജീവിതത്തിൽ വന്നോ ആഖിറം നഷ്ടമാകും. ബദരീങ്ങളെ കാക്കണേ, രക്ഷിക്കണേ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ബദരീങ്ങളുടെ ആണ്ടിന് വേണ്ടി ഫുഡ് ഒരുക്കളെ തയ്യാറാക്കുന്നൊരു സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ നിങ്ങളോട് പൈസ ചോദിക്കാൻ വരും, കൊടുക്കല്ലേ എന്ന് മാത്രമല്ല കൃത്യമായി അവരോട് വേർതിരിച്ച് വകതിരിച്ച് പറഞ്ഞു കൊടുക്കണം. ബദർ മരിച്ച 14 ശുഹദാക്കളോട് കാണിക്കുന്ന ക്രൂരതയാണിത്. എന്തിനാ ബദറുണ്ടായത്? റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ഇസ്തിഗാസ് നടത്താവൂ. അള്ളയല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ആര് തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂജഹലുമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വാസം എന്താ? ഏകനായ റബ്ബ്, അവങ്കിലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണ്ട, മധ്യവർത്തികൾ വേണ്ട, കാക്കാക്കാരന്മാർ കൊണ്ടു നടന്ന വിശ്വാസം ഏറ്റെടുക്കേണ്ടതില്ല. അബൂജഹലിന്റെ വിശ്വാസവും റബ്ബിങ്കിലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം. നിരീശ്വരവാദികളല്ല ബദറിൽ ഏറ്റുമുട്ടിയത്, ഈശ്വര വിശ്വാസികൾ, അള്ളാഹു വിശ്വസിക്കുന്നവർ, റബ്ബുൽ കഅബയിൽ അംഗീകരിച്ചവരാണ് ഏറ്റുമുട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതാണ് ബദറിലുണ്ടായ സംഭവം. ഉടപ്പറപ്പിങ്ങളല്ലേ ബദറിൽ ഏറ്റുമുട്ടിയത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 14-ാമത്തെ ആളാരാ? 10-ാമത്തെ ആളാരാ? 10-ാമത്തെ ആളാ അബൂ ഉബൈദ് ബിൻ ജറാഹാണ്. വാപ്പി മകൻ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ബദർ യുദ്ധത്തില് വാപ്പി മകൻ ഏറ്റുമുട്ടി. വാപ്പാന്റെ വെട്ടേറ്റുകൊണ്ട് മകൻ മരിച്ചു വീഴുന്നു. നാട്ടിലാകെ സംസാരമായി. മുഹമ്മദിന്റെ കൂടെ കൂടിയാലേ വാപ്പാനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ആദർശാണോ എൻ്റെ ആദർശം? നാട്ടിലാകെ സംസാരമായി. വിശ്വാസികളെ, അബൂ ഉബൈദയുടെ പ്രവർത്തനം, ആ സഹാബി പറയണേ, ദ്വന്ദ്വയുദ്ധം തുടങ്ങിയപ്പോൾ അവിടുന്ന് ഒരാൾ ഇറങ്ങി, ഇവിടുന്ന് ഒരാൾ ഇറങ്ങി. ഇവിടെ അബൂ ഉബൈദ ഇറങ്ങണമെന്ന് കണ്ടപ്പോൾ വാപ്പ അവിടുന്ന് ഇറങ്ങി. കാരണം എന്താ? മകൻ എന്തായാലും ഇന്നെ കണ്ടാൽ തിരിഞ്ഞു ഓടും എന്ന് വിചാരിച്ചു. ഊരിപ്പിടിച്ച വാളുമായി, തിളങ്ങുന്ന വാളുമായി മകന്റെ നേരെ ഓടിയെടുത്ത വാപ്പ. മകൻ പറഞ്ഞുപ്പാ വരല്ലേ, എൻ്റെ നേരെ നിങ്ങൾ വരല്ലേ? നമ്മൾ വാപ്പി മകനല്ല, ഇവിടെ തൗഹീദിൻ ശിർക്കാണ്. എൻ്റെ നേരെ വരല്ലേ, നിങ്ങൾ പിറകോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, കണ്ണും ചിമ്പി വാപ്പ മകനെ ആഞ്ഞു വെട്ടുന്നു. വാപ്പയും മകനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മകന്റെ വെട്ടേറ്റുകൊണ്ട് വാപ്പ മരിച്ചു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ, നിന്റെ പ്രവർത്തനം അല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഖുർആൻ ആയത്തിറങ്ങി. ഏതായത്ത്? സൂറത്ത് മുജാദല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദല്ലാഹു വറസൂല. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ, അള്ളയോടും റസൂലുള്ളാഹിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട് സ്നേഹബന്ധം പുലർത്തൂല. വെട്ടേണ്ടി വന്നാൽ വാപ്പയാണെങ്കിലും വെട്ടും, മകനാണെങ്കിലും വെട്ടും, ജ്യേഷ്ഠാനുജന്മാരാണെങ്കിലും വെട്ടും. എന്തേ കാരണം? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഓല മനസ്സിൽ അള്ളട്ട് കൊടുത്ത ഈമാനാണത്. അള്ളാഹു ഒരു പ്രത്യേക ധൈര്യം അവർക്ക് നൽകും. അതാണ് അബൂ ഉബൈദ പറയാണ്, എനിക്കൊരു പതർച്ച വന്നു, എൻ്റെ ഉപ്പയാണല്ലോ എൻ്റെ നേരെ ഓടിയെടുക്കണത്, എനിക്കൊരു പതർച്ച വന്നു, എന്തോ ഒരു ധൈര്യം എൻ്റെ റബ്ബ് എനിക്ക് നൽകി. ഖുർആൻ പറയാ അയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളൊരു പ്രത്യേക ഒരു ധൈര്യം കൊടുത്തു. ഉലൈക ഹിസ്ബുല്ലാഹ്. എന്താ ഞാൻ സൂചിപ്പിച്ചെന്നോ? ഈ ബദറിനെ ഓർക്കേണ്ടത് എങ്ങനെയാണ്? ആ 14 ജീവൻ എന്തൊരാദർശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ആ ബദറിനാങ്കണത്തിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ആ റമളാനിൽ 17 ജീവൻ നൽകിയതെങ്കിൽ, സുഹൃത്തേ, ആ ബദരീങ്ങൾക്ക് നേതൃത്വം നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനീ, വിശ്വാസികളെ സഹായിക്കാമെന്ന് പറഞ്ഞ റബ്ബേ ഞങ്ങളിലൂടെ നീ പുലർത്തണം. ബദൽ പ്രാർത്ഥിക്കുക 313 ആളെങ്ങനെ നോക്കിയ പോലത്തെ ആയുധമൊന്നുമില്ല. ആകെ 1-2 മൃഗങ്ങളാണുള്ളത്.
മറ്റോടത്തോ തുള്ളിച്ചാടാണ് ഓല്. ഇവരെ വെട്ടി നിർക്കാനുള്ള ആവേശത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടാ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ കൂടണ്ടേനും. ലഹരിയിലാണവർ. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ തൗഫീഖല്ലാതെ മറ്റൊന്നുമില്ല. റസൂലുള്ളാഹിവരെങ്ങനെ നോക്കി ആകാശത്തെ കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുമ്മ അൻജിസ് മാ വഅതനി. ഒരു സെക്കൻഡ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചോ. 313 സഹാബത്താരാ. 15 കൊല്ലത്ത് പ്രവാചകന്റെ കഠിനാധ്വാനത്തിലൂടെ പ്രവാചകന്റെ കൂടെ നിന്നവരാണവർ. ഈമാനിന്റെ നിറകുടങ്ങൾ, ഇസ്ലാമിന്റെ എല്ലാമായ ആളുകൾ. അവരെ ഇവരുടെ വാളിന്റെ മുന്നിലേക്ക്, കുന്തത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ മുത്തറസൂലിന്റെ മനസ്സ് വേദനിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് ഈ സംഘത്തെ എങ്ങാനും ഇവർ വെട്ടിവീഴ്ത്തിയാൽ നിന്നെ മാത്രം ആരാധിക്കുന്നൊരു ഉമ്മത്ത് ഇല്ലാതെയാകാൻ പോകുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? കണ്ണുനീർ പൊഴിച്ച് എന്തിനു ബാധിക്കണം? നമ്മളെപ്പറ്റി റബ്ബിന് അറിയില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കർ റബ്ബിന് നമ്മെപ്പറ്റി അറിയുമെങ്കിലും, നമ്മെ അവൻ നിരീക്ഷിക്കുന്നുവെങ്കിലും, പക്ഷേ റബ്ബിനോട് നമ്മളെ പ്രശ്നങ്ങൾ പറയണം. സുഹൃത്തുക്കളെ, ഖുർആൻ ആയത്തിറങ്ങിയില്ലേ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അതാണ് ബദർ. ആ സമയത്ത് നബി ഏതെങ്കിലും ഒരു പ്രവാചകനോട് ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഇസ്മായിൽ അല്ലെങ്കിൽ മൂസാ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ ബദറിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് പോരിശ നൽകണേ എന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, സുഹൃത്തേ, നമുക്ക് ബദരീങ്ങളെ കാക്കണേ, നേർച്ച വഴിപാടുകൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതം വിശുദ്ധിയിലേക്ക് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ ഉൾക്കൊണ്ട തൗഹീദിൻ്റെ ആദർശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ കാണുന്നു എന്ന് കൃത്യമായ ധാരണയാണ്. അവനാരാവ അസിറൂ ഖൗലക്കും അബിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. എന്തൊരു വാക്ക് നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും റബ്ബ് അറിയുന്നു. നെഞ്ചകത്തിലുള്ളത് അറിയുന്നവനാണവൻ. അങ്ങനത്തെ റബ്ബിനെ പറ്റി പേടിയുണ്ടോ? ഒരു തെറ്റും ജീവിതത്തിൽ വരില്ല. അവൻ്റെ ജീവിതം നന്മയിലാകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ തുടക്കത്തിലോതി ആയത്ത് ഇത് വലിയൊരു വിഷയമാണ്. ചെറിയൊരു വഴിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തു എന്ന് മാത്രം. കുറേ സംസാരിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ത്വലാഖ് സൂറയിലെ ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. നിസ്കരിക്കുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും ഒമയ്യത്തക്കില്ല, ആരല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ. യജ്അൽ ലഹു മഖ്റജാ, അള്ളവന് തുറവി നൽകും. അവൻ അല്ലാഹു റിസ്ക് നൽകും. അവൻ്റെ മേൽ പരമേൽപ്പിച്ചാൽ അവൻ തന്നെ മതി. വീണ്ടും അല്ലാഹ് പറയുന്നു, വമയ്യത്തക്കില്ല യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ, പട്ടിണിയാകട്ടെ, പരിവട്ടമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, സുഹൃത്തേ, റബ്ബ് ഇഷ്ടപ്പെടാത്ത എൻ്റെ ജീവിതത്തിൽ വരില്ല. സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആരെന്നറിയില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നറിയും. ഒരു തിന്മയിലും ഞാൻ ചെന്ന് ചാടൂല. ഒറ്റ വാക്കുകൂടി ശ്രദ്ധിച്ചോ ആ വിഷയത്തിൽ. നന്മകളുടെ കൂമ്പാരങ്ങളുമായി റബ്ബിങ്കിലേക്ക് ചെല്ലുന്ന ചില സഹോദരങ്ങളുണ്ട്. മുത്തറസൂൽ പറയുന്നു, തിഹാമ മല പോലെ നന്മകളുമായി റബ്ബിൻ്റെ അരികിലേക്ക് വരുന്നവർ, ഇരിക്കുന്നവർ ഓരോരുത്തരെയും എനിക്ക് പലരെയും അറിയാം, നന്മയുടെ കാര്യത്തിൽ കുതിച്ചോടുന്നവരാണ്. റസൂലുള്ളാഹി സഹാബത്തിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, തിഹാമ മല പോലെ നന്മകളുമായി വരുന്ന ചില ആളുകളുണ്ട്. എന്നിട്ടോ അവിടെ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല ഫലശൂന്യമാക്കി കളയും. ധൂളിയെപ്പോലെ, കാറ്റിൽ വിതറിയ ധൂളിയെപ്പോലെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തൂല. ഈ കാര്യം റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബത്തിന് ബേജാറ്. കാരണം ഓല് അരയും തലയും മുറുക്കി റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നബി തന്നെ പറഞ്ഞു, കർമ്മങ്ങൾ ഫലപ്പെടാത്തവർ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അവരെ പറ്റി പറഞ്ഞു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആരാണവരെന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് അവരിൽ പെടാതിരിക്കാനാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ഹബീബായ പ്രവാചകൻ തിരുമേനി പറഞ്ഞ വാക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാക്കാണ്. മുത്തറസൂൽ പറയുന്നു, അവരാരാണെന്ന് നിങ്ങൾക്കറിയണോ? തെറ്റ് ചെയ്യാൻ സാഹചര്യം വന്നാൽ. തഖ്വയുള്ളവനാരാ? തെറ്റ് ചെയ്യാൻ സാഹചര്യമില്ലാതെ തെറ്റ് ചെയ്യാത്തവനല്ല. തെറ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും ആ തിന്മയിലേക്ക് പ്രവേശിക്കാത്തവൻ. റസൂലുള്ളാഹി പറയാണ്, തിഹാമല പോലെ നന്മകളുമായി വരുന്നവൻ, ആ നന്മകളൊന്നും ഫലപ്രദമാകാത്തവനാരാ? അവനൊരവസരം തെറ്റ് ചെയ്യാൻ കിട്ടിയാൽ ഓനായിരുന്നു ചാടിക്കളിക്കും, തിമർത്താടും. അവനാണ് നാളെ പല്ലോത്ത് പരാജയത്തിൽ. ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവരെ. അതാണ് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒമയ്യത്തക്കില്ല എല്ലാ കാര്യം എല്ലാ കാര്യം, നമ്മളെ കുട്ടികളുടെ കാര്യം എളുപ്പമാകും, നമ്മളെ കാര്യം എളുപ്പമാകും.
നമ്മുടെ സാമ്പത്തിക രംഗം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും. അല്ല പറയും ഇജല്ലോ എൻ്റെ എല്ലാ കാര്യവും എളുപ്പാക്കി തരാന്ന്. ഇത് ഇണ്ടിങ്ങളിങ് വാക്കല്ലല്ലോ. അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിച്ചോ. യജ് അല്ലഹു, ഈ ആയത്തി അമരട്ടെ, മനസ്സിന് കുളിർമ നൽകുന്ന ഖുർആനിലെ വചനാണ്. യജ് അല്ലഹു മിൻ അംരിഹി യുസ്റ, എൻ്റെ എല്ലാ കാര്യം യുസ്റാക്കി തരും. ഇനിയോ വമയ്യത്തക്കില്ലാ, ആരല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ യുകഫിർ അൻഹു സയ്യാത്തിഹി, പാപം പുറത്തു തരും. അതിലേറെ എന്തെങ്കിലും വേണം? ദുനിയാവും തരും, ആഖിറവും തരും. ഇങ്ങോട്ടോ പാപം പുറത്തു തരാന്ന് മാത്രമല്ല വയ്യോളിം ലഹു അജ്റ, വലിയ സ്വർഗവും തരും. അൽഹംദുലില്ലാഹ്. അള്ളാഹിൻ്റെ തൗഫീഖാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് മുഅ്മിനീങ്ങളെ. ഇരിക്കണം നമ്മളൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, തൗഹീദിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, ഇബാദത്തിൻ്റെ കാര്യത്തിൽ കണിശതയുള്ളവരാണ്, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ്. ശ്രദ്ധിക്കുക, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും അവൻ്റെ കൃത്യമായ ഇടപെടലുകൾ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ബലായിൽ നിന്നും മുസീബത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം, ഭാര്യാസന്താനങ്ങളോടൊപ്പം, ഇഷ്ടജനങ്ങളോടൊപ്പം നിത്യവാസത്തിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.